ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. നിർണായക മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാണം കെട്ട് പരാജയപ്പെട്ടിരിക്കുന്നു. കൊച്ചിയിൽ വെച്ചുകൊണ്ട് എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് വലിയ തിരിച്ചടി ഏറ്റിരിക്കുന്നു. ആദ്യ പകുതിയിൽ തന്നെ 2 ഗോളുകൾ നേടിക്കൊണ്ട് മോഹൻ ബഗാൻ ഈ ഒരു മത്സരത്തിൽ വിജയം ഉറപ്പാക്കിയിരുന്നു. മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ മാറ്റങ്ങൾ ഒന്നും വരുത്താൻ പരിശീലകർ തയ്യാറായിരുന്നില്ല. തുടക്കത്തിലൊക്കെ ആക്രമിച്ച് കളിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. ഒരുപാട് അറ്റാക്കുകൾ നടത്തി. കോറോവിന്റെ ഒരു കിടിലൻ ഗോൾ ശ്രമം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഫലം കണ്ടില്ല. അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണയുടെ കിടിലൻ ഷോട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഫലം കണ്ടില്ല. വിശാൽ കെയ്ത്തിന്റെ മികച്ച സേവുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ മത്സരത്തിന്റെ ആദ്യ അരമണിക്കൂർ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു മുന്നേറ്റങ്ങൾ നടത്തിയിരുന്നത്. പക്ഷേ 29ാമത്തെ മിനിറ്റിൽ അവരുടെ ആദ്യ ഗോൾ പിറന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയുടെ ഒരു പിഴവ് തന്നെയാണ്, ഗോൾ കീപ്പറുടെ ഒരു പിഴവ് തന്നെയാണ്. അങ്ങനെ ലിസ്റ്റൺ കൊളാസോയുടെ ഒരു ക്രോസ് വന്നു, മക്ലാരൻ അത് ഗോളാക്കി മാറ്റി എന്നുള്ളതാണ്. പ്രതിരോധം വളരെ വീക്കായിരുന്നു അവിടെ, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നീട് 41ാമത്തെ മിനിറ്റിൽ കമ്മിങ്സിന്റെ അസിസ്റ്റിൽ നിന്നും മക്ലാരൻ രണ്ടാമത്തെ ഗോൾ നേടി. അതൊരു കിടിലൻ ഫിനിഷ് ആയിരുന്നു. കിടിലൻ അസിസ്റ്റ് തന്നെയാണ് കമ്മിങ്സ് നൽകിയിട്ടുള്ളത്. കൃത്യമായി അത് മുതലെടുക്കാൻ മക്ലാരന് കഴിഞ്ഞു എന്നുള്ളതാണ്. ആദ്യ പകുതിയുടെ അവസാനത്തിൽ മക്ലാരൻ മറ്റൊരു ഗോൾ കൂടി നേടിയിരുന്നു, പക്ഷെ അത് ഓഫ് സൈഡായി മാറുകയായിരുന്നു. അങ്ങനെ ആദ്യ പകുതിയിൽ 2 ഗോളുകൾക്ക് മോഹൻ ബഗാൻ മുന്നിട്ട് നിന്നു. പിന്നീട് മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ 66ാമത്തെ മിനിറ്റിൽ ആൽബർട്ടോ റോഡ്രിഗസ് ആണ് അവരുടെ 3ാമത്തെ ഗോൾ നേടിയത്. ഒരു ഫ്രീ കിക്കിനെ തുടർന്ന് ഉണ്ടായ അവസരം ഒരു ഷോട്ടിലൂടെ അദ്ദേഹം മുതലെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താൻ മോഹൻ ബഗാന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആ ഒരു ഷീൽഡ് കിരീടത്തിലേക്ക് അവർ ഒന്നുകൂടി അടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ മോഹൻ ബഗാനെ കൊച്ചിയിൽ വെച്ചുകൊണ്ട് പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു നാണക്കേട് ഇപ്പോഴും തുടരുകയാണ്. ഒരു വലിയ തോൽവിയാണ് ഇന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.